നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ, ഇത് വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തികച്ചും യാദൃശ്ചികമായി തന്നെയാണ് ഈ സന്ദേശം കടന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുവാനായി ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ആ സങ്കടകരമായ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം അത് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും. ആ പ്രാർത്ഥനകൾ ഫലിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അപ്പോൾ നിങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ധനപരമായ ഒരു എനർജി, ധനപരമായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നൊരു സൂചന ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി ചില അപ്രതീക്ഷിതമായ സഹായങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് പോലും അനുകൂലമാകുന്ന ഒരു സാഹചര്യം, അതായത് കാര്യങ്ങൾ പോലും, അതായത് സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും ഒന്ന് പ്രവർത്തിച്ചു നോക്കാം, ഒരു പരിശ്രമം നടത്തി നോക്കാം എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈശ്വരാനുഗ്രഹം അഥവാ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം വർദ്ധിച്ച് വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും മോശകരമായ സാഹചര്യങ്ങൾ മാത്രമല്ല, പല വ്യക്തികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ മൂലം നിങ്ങൾക്ക് എന്താണോ സംഭവിക്കേണ്ടത് അത് നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആത്മബലം, മനോബലം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഏകാന്തത നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. നിങ്ങളിൽ നിന്നും പലപ്പോഴും ആവശ്യമായി, നിങ്ങൾക്ക് അനിവാര്യമായി കാണുന്ന പല കാര്യങ്ങളും നഷ്ടമായതായ സാഹചര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇത്തരം വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാക്കി അവരിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് സ്വയം ചില കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഒരു സമാധാനം നേടിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിനാൽ അത്തരം ഇടങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന ആ ഇടങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ഈ സമയം പൊട്ടിത്തെറിക്കേണ്ട, അതായത് വളരെയധികം ദേഷ്യമുണ്ടാകേണ്ട, കോപമുണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ സമയം ശാന്തതയോടെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ അത്തരത്തിൽ ശാന്തമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മനസ്സ് ശാന്തമാക്കണം, തെറ്റായ ചിന്തകൾ ഒഴിവാക്കണം. എപ്പോഴും നിങ്ങൾക്ക് വില നൽകാത്ത വ്യക്തികൾ, അവർ ആരാണോ അവരെ നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും എന്ന ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതാണ്.
അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളിലേക്ക് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതാകാം. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളതായ ഉപകാരങ്ങൾ, അവർക്കൊപ്പം നിന്നിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും അത് നിങ്ങളിലേക്ക് നന്മകൾ തന്നെയാണ് ഉള്ളത്. ആ നന്മകൾക്കുള്ള സാഹചര്യം, അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഏത് പ്രശ്നമാണ് എങ്കിലും അത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. അത് സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതുമാണ്. ചില വ്യക്തികൾ മൂലം മോശം കാര്യത്തിൽ അകപ്പെട്ട് പോയിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾക്കതിൽ പങ്കുണ്ടാകണം എന്നില്ല. എന്നാൽ അവർ പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ എതിരാവുകയോ അവർക്കൊപ്പം നിന്നത് മൂലം ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ടുള്ളതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു എന്നത് വാസ്തവമാണ്. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ആരോപണങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല തെറ്റുകളും പല കാര്യങ്ങളും സ്വയം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യമുണ്ട്. പലരും കൈയൊഴിഞ്ഞിട്ടുള്ളതായ സാഹചര്യം, അവസാനം അതെല്ലാം നിങ്ങളുടെ തലയിലാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കതെല്ലാം ഉത്തരവാദിത്തം പറയേണ്ടതായ സാഹചര്യം. ഇത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സ് വല്ലാതെ അലട്ടുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തു വരുവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ ഭഗവാൻ നിങ്ങളിലേക്ക് പരാമർശിച്ചിട്ടുള്ളത്. ചില സത്യങ്ങൾ, മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾ, നിങ്ങൾക്കെതിരായി നിന്നിരിക്കുന്ന വ്യക്തികളുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവർ മനസ്സിലാക്കുകയും നിങ്ങളുടെ നിരപരാധിത്വം അത് എന്താണ് എങ്കിലും അത് നിങ്ങൾക്ക് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് നൽകുന്നു എന്ന സൂചന തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ചിന്തകൾ പലതും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. പല കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കാതെ പറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം ചിന്തിച്ച് മറ്റുള്ളവർ അതിനുമേൽ വച്ചിരിക്കുന്ന കെണി മനസ്സിലാക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം, ഇനി അങ്ങോട്ട് അബദ്ധങ്ങൾ സംഭവിക്കാതെ കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ആലോചനകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക. അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇപ്പോഴും അതേക്കുറിച്ച് ആലോചിക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ എന്നൊരു ഉത്തരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാം. അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും, അത് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് പറയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും പറയുവാൻ നിങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യം പോലുമുണ്ട്. ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടതായ സാഹചര്യം, ചോർന്നു പോയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരാം. അതായത് പെട്ടെന്ന് അത് സാധ്യമാകണം എന്നില്ല എങ്കിലും ക്രമേണ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരാം. ഭയമില്ലാതെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും.
ഈ സമയം പ്രപഞ്ച ശക്തി തന്നെ നിങ്ങളോട് പരാമർശിക്കുന്നതായ കാര്യം, നിങ്ങളുടെ ചില വിങ്ങലുകൾ ഭഗവാൻ അറിയുന്നു എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ തളർന്നിരിക്കരുത് എന്നും ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി തന്നെ നിങ്ങളോട് പറയുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ കൈമാറ്റങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ല എങ്കിൽ, ചില വ്യക്തികളുടെ മുഖം നോക്കി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അബദ്ധങ്ങൾ പിണയാം. അത് സഹായമാണ് എങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കും അബദ്ധങ്ങൾ പിണയാം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയോ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമോ ഉണ്ട് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പൂർത്തീകരിക്കുവാൻ, കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നു. ഈ സമയം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അതിനായുള്ള പരിശ്രമങ്ങൾ നടത്തിയാലും പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ മടി പിടിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ചില അവസരങ്ങൾ നഷ്ടമാക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഊർജ്ജസ്വലത നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് എങ്കിലും അത് നിങ്ങൾക്ക് രക്ഷ നൽകും എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ കുടുംബം, ഫാമിലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകാം. നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരാവുന്ന ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് പകർന്ന് നൽകാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അകന്നു നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതുമാണ്. ഈ സമയം ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നെത്തുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികൾക്കും പല രീതിയിലും അറിവ്, ജ്ഞാനം നിങ്ങൾക്ക് പകർന്ന് നൽകുവാനും ചില കാര്യങ്ങളിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം തേടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ആ ഉത്തരം നിങ്ങളുടെ അറിവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചുറ്റിലും പ്രപഞ്ചശക്തി ആ സാഹചര്യം അനുകൂലമാക്കുന്നതിനാൽ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം, ഇത്രയും നാൾ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ ഒരു സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ ഭയപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ചില കാര്യങ്ങൾ അത് പിന്നീട് അറിയുമ്പോൾ ഇത്രമേൽ എളുപ്പമായിരുന്നോ, അല്ലെങ്കിൽ ഇത്രമേൽ തരണം ചെയ്യുവാൻ സാധിക്കുമായിരുന്നോ എന്ന് നിങ്ങൾക്ക് പോലും തോന്നാവുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കുവാനും ചില വഴികളിലൂടെ ധനപരമായ സഹായങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങളുമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളിലെ ഏതെങ്കിലും മോശം സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരക്കുകൾ കൊണ്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അത്തരം ജീവിത സാഹചര്യങ്ങളുമായുള്ള
മാനസികപരമായ പ്രയാസങ്ങളുമായി പിരിമുറുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അകലുവാൻ സാധിക്കുന്ന ശക്തി അല്ലെങ്കിൽ ശക്തരായി നിങ്ങൾ മാറുന്ന സാഹചര്യമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നതാണ് വാസ്തവം. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്രമം അനിവാര്യമാണ് എന്ന് കാണുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തിരികെ പിടിക്കുവാൻ സാധിക്കും. ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് കാണുന്നു. കൂടുതൽ സമയം ചെലവഴിക്കുവാൻ പല കാര്യങ്ങളാൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് എങ്കിൽ അത് എടുക്കേണ്ടതായ സാഹചര്യവുമുണ്ട്. തെറ്റായ ചില ബന്ധങ്ങൾ, തീരുമാനങ്ങൾ നിങ്ങളെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിൽ അതെല്ലാം ഒഴിവാക്കുവാനുള്ള ഒരു പിന്തുണ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. തെറ്റായ പല വഴികൾ, ചിന്തകൾ നിങ്ങളിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാനും ശരിയായ വഴിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാനും മുന്നോട്ട് നടത്തുവാനും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, പ്രപഞ്ചശക്തി, ഭഗവാൻ നിങ്ങളിലേക്ക് ഒരു ശക്തി പകരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതായ അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പറഞ്ഞ് മുന്നോട്ട് പോകുവാനും തിരുത്തേണ്ടത് തിരുത്തുവാനും സാധിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. സത്യസന്ധർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് ഈ ഗുണകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നതും വാസ്തവമാണ്. ചില യാത്രകൾക്കുള്ള അവസരങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്നതായ ചില തെറ്റായ ശീലങ്ങൾ, അത് ദുശീലങ്ങളായും പരാമർശിക്കാം. അതും നിങ്ങളിൽ നിന്നും അകന്ന് ശരിയായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുവാനുള്ള ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുള്ളത്. ആ പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക. ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾ പരാമർശിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി പരാമർശിക്കാം.